സംഗീത നാടക അക്കാദമിയിലും സാഹിത്യ അക്കാദമിയിലും ഭരണസമിതിയാകാത്തതിനാൽ പ്രതിസന്ധി. സാംസ്കാരിക പരിപാടികളടക്കം അനിശ്ചിതത്വത്തിൽ അധ്യക്ഷന്മാരെ നിയോഗിക്കാത്തതിനാൽ മാസങ്ങളായി നാഥനില്ലാ കളരിയായി സാംസ്കാരിക കേന്ദ്രങ്ങൾ മാറി. കേരളത്തിലെ സുപ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളായ സാഹിത്യ അക്കാദമിയും സംഗീത നാടക അക്കാദമിയുമാണ് ഭരണപ്രതിസന്ധി നേരിടുന്നത്. ഇതിനോടകം പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സാംസ്കാരിക പരിപാടികൾ പാതിവഴിയിലാണ്. സംഗീത നാടക അക്കാദമിയിൽ ജൂൺ മാസത്തിൽ ആരംഭിക്കേണ്ട അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയും ഏകോപിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ജൂണോടെ ഇറ്റ്ഫോക്കിലേക്ക് നാടകങ്ങൾ ക്ഷണിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതാണ്. ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് നാടകങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ജൂറിയെ ഇതുവരെയും നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. സാംസ്കാരിക കേന്ദ്രങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് സാംസ്കാരിക പ്രവർത്തകർ പറയുന്നു. കേരളത്തിന്റെ ഔപചാരികമായ സാംസ്കാരിക സ്ഥാപനങ്ങൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. കമ്മിറ്റികൾ നിലവിലില്ല. ഏതാണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി പൊതുപ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ച സാഹചര്യമായിരുന്നു. ഇപ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആകെ ഒരു നാഥനില്ലാ കളരിയായി കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക സ്ഥാപനങ്ങളും അക്കാദമികളും ഉൾപ്പെടെ മാറിക്കഴിഞ്ഞു. പല സ്ഥാപനങ്ങളിലും ലളിതകല അക്കാദമി, കലാമണ്ഡലം തുടങ്ങിയ സാഹിത്യ അക്കാദമി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ജീവനക്കാർക്ക് ശമ്പളം പോലും ലഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു. ഇറ്റ്ഫോക്കിന്റെ പ്രവർത്തനങ്ങൾ ആഗസ്റ്റിൽ പൂർത്തിയാകാറുണ്ട്. 17ാം പതിപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് 2027 ജനുവരി 24 മുതൽ 31 വരെയാണ്. സാഹിത്യ അക്കാദമിയിലും സ്ഥിതി വിപരീതമല്ല. അന്താരാഷ്ട്ര സാഹിത്യോത്സവങ്ങളും പുസ്തകോത്സവങ്ങളും നടത്തേണ്ടതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്കാണ് അതാത് കേന്ദ്രങ്ങളിലെ ചുമതല നൽകിയിരിക്കുന്നത്. ചെയർപേഴ്സണെയും സെക്രട്ടറിയെയും നിയമിക്കാൻ ഇനിയും വൈകിയാൽ പൂർണ്ണമായ ഭരണപ്രതിസന്ധിയിലേക്ക് സാംസ്കാരിക കേന്ദ്രങ്ങൾ നീങ്ങും. കൈരളി ന്യൂസ്, തൃശൂർ.